ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു shameeskitchen. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നൂഡിൽസാണ്. അപ്പോൾ ഞാനിപ്പോൾ മാഗിയുടെ ചെറിയൊരു പാക്കറ്റ് നൂഡിൽസാണ് വാങ്ങിയിട്ടുള്ളത്. 12 രൂപയ്ക്കുള്ള ചെറിയൊരു പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വേണം ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ മാഗിയുടെ നൂഡിൽസ് അല്ല, ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ അല്ലാതെ നൂഡിൽസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങില്ലേ, അതാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അതും ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നൂഡിൽസും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിൽ വരണം. ഗോൾഡൻ കളറിന് കുറച്ചുകൂടി കളർ മാറിയിട്ട് വരണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുക്കണം. സാധാരണ നമ്മൾ നൂഡിൽസ് വെച്ചിട്ട് ഇതുപോലെ നൂഡിൽസ് മസാലയൊക്കെയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്നാക്കും സ്വീറ്റും ഒക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടമാവും. വലിയ നൂഡിൽസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഒരല്പസമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നൂഡിൽസിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റണം. എന്നാൽ ശരി, പെട്ടെന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഒരു വലിയ സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മളിത് ചെറിയ അളവിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി സവാള നമുക്കിതിലേക്ക് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും കൂടിയാണ്. ഒരേ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. എന്നിട്ടത് 4ആയിട്ടൊന്ന് വകുന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ക്യാരറ്റിനൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ബീൻസും കൂടിയാണ്. അപ്പോൾ ഈ ബീൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കാബേജ് ഉണ്ടെങ്കിൽ കാബേജ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ചെറിയൊരു പീസ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വേണ്ട. ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ചേർക്കാം. പിന്നെ വേണ്ടത് ഒരല്പം പച്ചമുളകും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാലയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ചേർക്കാമെന്ന്. ഇനിയിപ്പോൾ നൂഡിൽസിൻ്റെ മസാല മാത്രമേ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അതും ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി നമുക്കിതിൻ്റെ കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം അരിപ്പൊടിയും കൂടിയാണ്, പച്ചരിപ്പൊടി. അപ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ്. കറക്റ്റ് മെഷർമെൻറ്റിൽ 2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതല്ല നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂണാണെന്നുണ്ടെങ്കിൽ ആ 1 സ്പൂൺ അളവിൽ മാത്രമേ ഈ അരിപ്പൊടി എടുത്തിട്ടുള്ളൂ. അത്രയും തന്നെ ധാരാളമാണ്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ പച്ചരിപ്പൊടി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയൊക്കെ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോഴൊന്നും അങ്ങനെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം അരിപ്പൊടി കൂടി നമ്മൾ ചേർക്കുന്നത്. കൂടെ തന്നെ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും, ഒരല്പം എണ്ണ. പിന്നെ നമുക്ക് ഫൈനലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മുടെ നൂഡിൽസ് മസാലയിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഉപ്പ് നോക്കി വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. കുറവായാലും പിന്നീട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. വളരെ കുറച്ച് മാത്രം ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം.
ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം പോലും വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങിലുള്ള അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല കട്ടിക്കായിരിക്കും ഇത് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പക്കോടയുടെ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രൈയിങ് പാനിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. കാരണം നമ്മളിതിലേക്ക് വെച്ചിട്ടുള്ള എല്ലാം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ബാക്കി സവാളയും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അത്രയും സമയം കൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെറിയ പക്കോടയുടെ ഷേപ്പിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് ചേർക്കാം. എണ്ണയിലേക്ക് ഒരല്പം മാത്രം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. എത്രത്തോളം ചെറിയ പീസാക്കി നമ്മളിടുന്നോ അത്രയും നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമ്മുടെ സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് ഇളകി പുറത്തുള്ളതങ്ങ് ഇളകി പോകും. അത് സാരമാക്കണ്ട. കാരണം അത് നമ്മളിങ്ങനെ കറക്റ്റ് നല്ലതുപോലെ ബലത്തിലല്ല നമ്മളിത് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആ പുറത്തിരിക്കുന്നതൊക്കെ ഇളകി പോകുന്നത്. അതൊന്നും പ്രശ്നമില്ല. ഇപ്പം നല്ല കറക്റ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്ത് ഹാർഡാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇടുന്ന ടൈമിൽ അതിന് മുകളിലുണ്ടായിരുന്നൊക്കെ ഇളകി പോയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാകെ ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെ കുറച്ച് മാത്രമേ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് മാത്രമേ ഇളകി പോകുള്ളൂ. അത് പ്രശ്നമാക്കണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ലാസ്റ്റ് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പോൾ കൂട്ടി വെക്കുമ്പോൾ നല്ലതുപോലെ ചൂടാകുന്ന ടൈമിൽ ഇതിനുള്ളിലുള്ള എണ്ണയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു പോകും. അങ്ങനെ വേണം നമ്മൾ ലാസ്റ്റ് സ്നാക്കൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാഗി പക്കോട തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളിതിപ്പോൾ കാണുമ്പോഴല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിതുള്ളത്. നമ്മളിങ്ങനെ കടിച്ച് കഴിക്കുമ്പോഴത്തേക്കും കടുമുട് ആ സൗണ്ട് കേൾക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഞാനിങ്ങനെ ടേസ്റ്റിയാണെന്ന് എടുത്ത് പറയുന്നില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അത് എത്രമാത്രം ടേസ്റ്റി ആയിരുന്നു എന്ന് നിങ്ങളുടെ കമൻറ്റ് വഴി അത് മറ്റുള്ളവരെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളിത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് ഒരുപാട് പേര് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഇനി സൈഡായിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒന്നും സൈഡായിട്ട് വേണ്ട. ഇത് മാത്രം തന്നെ മതിയാവും. കൂടെ നല്ല ചൂട് ചായ മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയാനുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.